നമസ്കാരം, തടൈ ന്യൂസിലേക്ക് സ്വാഗതം. ഒരു ചെറിയ തലവേദനയോ പനിയോ അനുഭവപ്പെട്ടാൽ പെയിൻ കില്ലേഴ്സിനെ ആശ്രയിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്, അല്ലേ? എന്നാൽ ഇത്തരം വേദന സംഹാരികൾ സ്ഥിരമായി ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഒരളവിൽ കൂടുതൽ മരുന്നുകൾ കഴിക്കുന്നത് കരളിനെ വരെ അപകടത്തിലാക്കിയേക്കാം. സാധാരണ അളവിൽ ഇത് സുരക്ഷിതമാണെങ്കിലും ഒരു ദിവസം കഴിക്കാവുന്ന പരമാവധി അളവിൽ കൂടുതൽ കഴിച്ചാൽ ഇത് കരളിലെ കോശങ്ങളെ നശിപ്പിക്കുന്നു. പാരസെറ്റമോൾ പോലുള്ളവ കരളിൽ വെച്ച് വിഘടിക്കുമ്പോൾ ചില വിഷാംശങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മരുന്നിന്റെ അളവ് കൂടുമ്പോൾ ഈ വിഷാംശം പുറന്തള്ളാൻ കരളിന് തന്നെ സാധിക്കാതെ വരികയും അത് കരൾ സ്തംഭനം വരെ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇബുപ്രോഫെയിൻ, ഡിക്ലോഫെനാക്, അസിക്ലോഫെനാക് തുടങ്ങിയ വേദന സംഹാരികൾ ഈ വിഭാഗത്തിൽ പെടുന്നവയാണ്. ഇവ ദീർഘകാലം ഉപയോഗിക്കുന്നത് കരളിലെ എൻസൈമുകളുടെ അളവ് വ്യത്യാസപ്പെടാൻ കാരണമാകുന്നു. കരളിലെ രക്തയോട്ടത്തെ ബാധിക്കാനും അപൂർവമായി ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ലിവർ ഇഞ്ചുറി ഉണ്ടാക്കാനും ഇവയ്ക്ക് സാധിക്കും. മദ്യം കഴിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ സ്ഥിരമായി മദ്യപിക്കുന്ന ശീലമുള്ളവരാണെങ്കിലോ വേദന സംഹാരികൾ ഉണ്ടാക്കുന്ന ആഘാതം ഇതിലും ഇരട്ടിയാണ്. മദ്യപാനം മൂലം ഇതിനകം തന്നെ ദുർബലമായ കരളിന് ചെറിയ അളവിലുള്ള വേദന സംഹാരികൾ പോലും താങ്ങാൻ കഴിഞ്ഞില്ലെന്ന് വരില്ല. അതിനാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം വേദന സംഹാരികൾ കഴിക്കുക. ഒരു മരുന്ന് കഴിക്കുന്നതിന് മുൻപ് അതിന്റെ ഡോസ് കൃത്യമായി മനസ്സിലാക്കണം. ഒന്നിലധികം മരുന്നുകൾ ഒരുമിച്ച് കഴിക്കുമ്പോൾ അവ തമ്മിൽ പ്രവർത്തിച്ച് കരളിനെ ബാധിക്കാൻ സാധ്യത കൂടുതലാണ്. അതിനാൽ കഴിക്കുന്ന എല്ലാ മരുന്നുകളെ പറ്റിയും ഡോക്ടറോട് വിശദമായി ചോദിച്ചറിയുക.